48 ദിവസത്തിന് ശേഷം ഇങ്ങനെയാണ് വരിക. നോക്കി, ഈ ഒരു നമ്മൾ നേരത്തെ കണ്ട ആ ഒരു നൂലുണ്ടല്ലോ, ഞാൻ നേരത്തെ തത്തക്കൂട് എന്ന് പറഞ്ഞില്ല, ആ തത്തക്കൂടിനകത്താണ് ഈ ഒരു സാധനം ഒട്ടിപ്പിടിച്ചിട്ടുള്ളത്. 48 ദിവസം കേട്ടോ. നല്ല വെയിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇനിയും ഇതിൽ ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട്. ഇതാണ് ഒരു കലർപ്പും ഇല്ലാത്ത നല്ല ഒറിജിനൽ പനം കൽക്കണ്ട. ഓക്കെ, അതെ സുഹൃത്തുക്കളെ, നല്ല അടിപൊളി പനം കൽക്കണ്ടം ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യരുത്. നമുക്കറിയാം നല്ല അടിപൊളി ഒരു കലർപ്പും മായവും ചേർക്കാത്ത നല്ല സൂപ്പർ പനം കൽക്കണ്ടം. നിങ്ങൾക്കൊരു തത്തക്കൂട് പോലെ തോന്നുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിലാണ് ഈ ഒരു സാധനം ഇങ്ങനെ കോർത്ത് ഇങ്ങനെ വരാൻ പോണത്. അടിപൊളി വീഡിയോ ആണ്, ആരും സ്കിപ്പ് ചെയ്യണ്ട. ഞാൻ തമിഴ്നാടാണല്ലോ കേട്ടോ, ഇവിടെ ഈ സാധനം ഒറിജിനൽ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ പനം കൽക്കണ്ടത്തിൻ്റെ ആദ്യ പടി എന്നുള്ളത് പന ചെത്തുക എന്നുള്ള കേട്ടോ. അതിന് പറ്റിയിട്ടില്ല, അതിന് വേണ്ട പിന്നെ കത്തി ആണ് ഇവിടെ ഇങ്ങനെ നല്ല ഷാർപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല ബ്ലേഡ് പോലുള്ള മൂർച്ചയുള്ള സാധനമാണ് അണ്ണനെ ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യും? പന ഉണ്ടോ, പന ചെത്തും. അഥവാ ഇതൊക്കെ ഏകദേശം ഒരു പ്രോസസ്സാണ് വരുന്നത്, ഈ കരിപ്പെട്ടി അതേപോലെ തന്നെ ഇതൊക്കെ. പക്ഷേ എൻ്റയർലി ടോട്ടൽ ഡിഫറൻ്റ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഉപയോഗങ്ങൾ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇത് ചെത്തിൻ്റെ ശേഷം അതിന്ന് പിന്നെ നമ്മുടെ നാട്ടിൽ കള്ളെന്നൊക്കെ പറയും, പക്ഷേ പതനി അങ്ങനെ നമ്മൾ പറയാൻ പാടുള്ളൂ. ഇത് ലഹരി ഇല്ലാത്ത സാധനം കേട്ടോ. ഈ സാധനം പതനി തിളപ്പിച്ചതിന് ശേഷം ഒരു പലതരത്തിലുള്ള പ്രോസസ്സിങ്ങിലൂടെയാണ് നമ്മുടെ കയ്യിൽ വരുന്ന ഫ്രഷ് കൽക്കണ്ടം നമ്മുടെ കയ്യിൽ എത്തുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അണ്ണതെ പനയുടെ മുകളിലെത്തി പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെത്തി അതിന് ശേഷം അതിനെന്ത് ചെയ്യും? പതനി എന്ന് പറയുന്ന ആ ഒരു ദ്രാവകം അതെടുത്ത് കൊടുത്തിട്ട് തിളപ്പിക്കും. അതിനുശേഷം അതൊന്ന് ഫിൽറ്റർ ചെയ്യും. അങ്ങനെ 3-4 പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ സാധനം കിട്ടുക കേട്ടോ. നോക്കി, ചെത്തുന്നുണ്ട്, കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. നല്ല വെയിലാട്ടോ. നോക്കി, അവിടെ ഇങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മൂർച്ചയായിട്ടോ സാധനം, ബ്ലേഡ് പോലത്തെ സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെത്തി എടുത്തിട്ടുള്ള ഒരു പതനി ഉണ്ടല്ലോ, അപ്പോൾ അത് ഇവിടെ ഒരു ഫിൽട്രേഷൻ നടക്കുകയാണ്. ഈ ഫിൽറ്റർ ചെയ്തതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുള്ളൂ? ഇത് അടുപ്പിലേക്ക് വെക്കുള്ളൂ കേട്ടോ. ഇത് ഫിൽറ്റർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അവർ ചെത്തി എടുക്കുന്ന സമയത്ത് ചുണ്ണാമ്പ് ഉണ്ടാവും. ചുണ്ണാമ്പ് തേച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലുണ്ടാവും, കള്ളായിട്ട് മാറും, ലഹരി വരും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. ഇതിങ്ങനെ ഫിൽറ്റർ ചെയ്താലേ നമുക്ക് നല്ല ക്ലാരിറ്റി ആയിട്ട് നല്ല കണ്ണാടിച്ചില്ല് പോലത്തെ എന്ത് കിട്ടുള്ളൂ? പിന്നെ പനം കൽക്കണ്ടം കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത് എന്തിൻ്റെ ആ ചുണ്ണാമ്പ് ഫിൽറ്റർ ചെയ്യണം കേട്ടോ. അപ്പോൾ നോക്കി, നന്നായിട്ട് തിളപ്പിച്ച് നമ്മൾ ഫിൽറ്റർ ചെയ്തെടുത്ത ഈ ഒരു പതനിയാണ് ഇപ്പോൾ രണ്ടാമത് ഒന്ന് തിളപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കരിപ്പെട്ടി ഉണ്ടാക്കുന്ന അതേപോലെയല്ല, തിളപ്പിച്ച് നല്ല കുറുക്ക രൂപത്തിലാക്കുന്നത്. ഇത് നോക്കി, ഒരു മീറ്റർ വെച്ചിട്ട് 110 ഡിഗ്രിയാണ് ഇതിൻ്റെ ചൂടിൻ്റെ അളവ്. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇത് ഇറക്കാൻ പോവാം കേട്ടോ. അഥവാ കരിപ്പെട്ടിയുടെ പോലെയല്ല, അത് കുറുകാൻ പാടില്ല. 110 ഡിഗ്രി ചൂടായതിനു ശേഷം അതെന്ത് ചെയ്യണം? അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം. നല്ല ചൂടാട്ടോ, നല്ല അപകടം പിടിച്ച ജോലിയും കൂടിയാണ്. കാരണം ഇതൊക്കെ മേത്ത് വീണ് കഴിഞ്ഞാൽ അതോടുകൂടി സ്കിന്നിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. നോക്കി, ഏകദേശം 110 ഡിഗ്രി ചൂടായിട്ടുള്ള സാധനമാണ്. ഓക്കെ, 110 ഡിഗ്രി ചൂടിൽ തിളപ്പിച്ചെടുത്ത ഈ ഒരു പതനി, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. അതിന് ശേഷമാണ് ആ നൂല് കെട്ടിയിട്ടുള്ള സാധനം ഇതിൽ ഫിക്സ് ചെയ്യണം. എന്നിട്ട് നേരെ അകത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. അതിന് ശേഷമാണ് 48 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സാധനം പുറത്തെടുക്കുന്നത് കേട്ടോ. ഇനി ആ ഒരു നൂല് ഉള്ള ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ഒരു കൂട് പോലത്തെ, ആ സാധനത്തിൽ ഇറക്കി വെക്കുന്നതാണ് അടുത്ത പരിപാടി. ഓക്കെ, ആ നൂല് കെട്ടിയിട്ടുള്ള സംഭവം ഉണ്ടോ, അത് നമ്മൾ നേരത്തെ ഫിൽറ്റർ ചെയ്ത് വെച്ച ആ സാധനത്തിലേക്ക് നേരെ മുക്കി അങ്ങോട്ട് വെക്കും കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്ന സമയത്ത്, അഥവാ ഇപ്പോൾ ഒന്നും എടുക്കില്ല, 48 ദിവസം കഴിഞ്ഞതിന് ശേഷം എടുക്കുമ്പോഴാണ് നമുക്ക് നല്ല പ്യുവറായിട്ട് നല്ല അടിപൊളി ഒറിജിനൽ പനം കൽക്കണ്ടം കിട്ടുന്നത്. നോക്കി, അതിപ്പോൾ അതിൽ സെറ്റ് ചെയ്ത് വെച്ചു. അഥവാ 2-3 പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം അരിച്ച് ഫിൽറ്റർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പതനിയിലേക്കാണ് ആ നൂല് കെട്ടിയിട്ടുള്ള സാധനം ഇറക്കി വെച്ചിട്ടുള്ളത്. ഇനി എന്താണ്, ഒരു 48 ദിവസത്തിന് ശേഷമാണ് നമ്മൾ ആ സംഭവം എടുക്കുക. ഇത് കണ്ടോ, ഇതൊക്കെ ഓരോ വ്യത്യസ്തമായ ഡേറ്റ് എഴുതി വെച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. 25/7/25. ഓക്കെ, അതേപോലെ തന്നെ 6/7/25. ഇതൊക്കെ വെക്കുന്ന, അഥവാ ഇത് സെറ്റ് ചെയ്ത് വെക്കുന്ന ഡേറ്റാണ്. ഈ വെച്ച ഡേറ്റിൻ്റെ ശേഷം 48 ദിവസം കഴിഞ്ഞിട്ടാണ് ഓരോ ബോക്സും എന്ത് ചെയ്യുന്നത്, പിന്നെ പുറത്തെടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ശേഷമാണ്, അഥവാ ഏകദേശം 200ഓളം ലിറ്റർ പതനി സെറ്റ് ചെയ്താലാണ് കലക്കി വെച്ച് അതിന് ഫിൽറ്റർ ചെയ്ത് എടുത്തതിന് ശേഷം ഇതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വെറും
6-7 കിലോ മാത്രം കൽക്കണ്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു ബോക്സിന് കേട്ടോ. അഥവാ ഏകദേശം 200 ലിറ്റർ ഇത് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് വെറും 6-7 കിലോ ആണ്. ഇത്ര നീണ്ട ദിവസത്തെ ഓരോ പ്രോസസ്സ് 48 ദിവസം ഇതിങ്ങനെ വെക്കണം എന്ന് പറഞ്ഞത്. അത് ആ നൂലിലിങ്ങനെ കട്ടായി വരാൻ വേണ്ടിയിട്ട് 48 ദിവസം വെക്കണം എന്നാണ് പറഞ്ഞത്. വളരെ നീണ്ടൊരു പ്രോസസ്സിങ് കേട്ടോ. നമുക്ക് 48 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം അഥവാ നമ്മുടെ പതനി എന്ന് പറയുന്ന സാധനം ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ ഒഴിച്ച് വെച്ച് 48 ദിവസം കഴിഞ്ഞതിന് ശേഷം പുറത്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് വേസ്റ്റ് അല്ലെങ്കിൽ പിന്നെ പനങ്കൽക്കണ്ടം ആവാത്ത സാധനങ്ങളാണ് ഈ ഒരു ബക്കറ്റിലേക്ക് മാറ്റുന്നത്. ഒറിജിനൽ പനങ്കൽക്കണ്ടാണ് ഇനി കാണാൻ പോകുന്നത്. എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇളകി ഇങ്ങനെ കാണുന്നുണ്ട് സംഭവം. അത് ഒന്നൊന്നര സംഭവം കേട്ടോ. യാതൊരു കെമിക്കലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിക്സിങ്ങോ ഒന്നുമില്ലാത്ത അടിപൊളി സാധനം. ഇതിൻ്റെ ആ ഒരു മേലത്തൊരു പാടുണ്ടല്ലോ, അതൊക്കെ താഴേക്ക് വീഴും. നല്ല കല്ല് പോലുള്ള സാധനങ്ങൾ കാണാം നമുക്ക്. അപ്പോൾ ഇത് നോക്കി 48 ദിവസത്തിന് ശേഷം ഇങ്ങനെയാണ് വരിക. നോക്കി ഈ ഒരു നമ്മൾ നേരത്തെ കണ്ട ആ ഒരു നൂലുണ്ടല്ലോ, ഞാൻ നേരത്തെ തത്തക്കൂട് എന്ന് പറഞ്ഞില്ല, ആ തത്തക്കൂടിനകത്താണ് ഈ ഒരു സാധനം ഒട്ടിപ്പിടിച്ചിട്ടുള്ളത്. 48 ദിവസം കേട്ടോ. നല്ല വെയിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇതാണ് ഒരു കലർപ്പും ഇല്ലാത്ത നല്ല ഒറിജിനൽ പനം കൽക്കണ്ട. ഓക്കെ, അപ്പോൾ ആ ഒരു പിന്നെ പനം കൽക്കണ്ട നോക്കി ആ ഒരു ബോക്സിൽ നിന്ന് എടുത്തിട്ട് നേരെ ഒരു ചെറിയൊരു പാത്രത്തിൽ ഇട്ടിട്ട് കഴുകി എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഇടും. നോക്കി കല്ലിട്ട സൗണ്ട് കേൾക്കുന്നില്ലേ, കല്ലിടുന്ന പോലെ അതിൽ നിന്ന് എടുക്കുന്നു. ഏകദേശം 48 ദിവസത്തിന് ശേഷം എടുത്തതിന് ശേഷം ഈ ഒരു ചെറിയൊരു ഇതിലിട്ടിട്ട് കഴുകിയതിന് ശേഷം ഇങ്ങോട്ട് ഇടുക കേട്ടോ. അപ്പോൾ അതെ, നമ്മൾ ഇത്രയും നേരം കണ്ടത് ഈ ഒരു സാധനം ഉണ്ടാക്കുന്നതാണ്. ഞാനിപ്പോൾ ഉള്ളത് ഇവരുടെ പിന്നെ ഗോഡൗണിലാട്ടോ. അത് ഇവർ പിന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള പനങ്കൽക്കണ്ടാണ്. ഇത് വലിയ ആളുകൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ചെറിയൊരു ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഇത് ചെറിയ പിള്ളേർക്കുള്ളതാണ്. കാരണം ഈ ഒരു വലിയ സംഭവത്തിൽ ഇതേപോലത്തെ നമ്മൾ നൂലിൽ കോർത്തിട്ടാണല്ലോ ഈ സാധനം ഉണ്ടാക്കുന്നത്. ഇതേപോലെ നൂല് വരാൻ സാധ്യതയുണ്ട്. വലിയ ആളുകളാണ് എന്ത് ചെയ്യുക, നൂല് നമുക്ക് നാവുകൊണ്ട് തപ്പിയെടുത്ത് തുപ്പിക്കളയാം. പക്ഷേ ചെറിയ മക്കൾക്ക് ഒരു പക്ഷേ അത് പറ്റിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ നൂലെല്ലാം റിമൂവ് ചെയ്ത് വളരെ ശുദ്ധമായിട്ട് ഒരു പിന്നെ എന്താ പറയുക വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വളരെ ശുദ്ധമായിട്ടുള്ള ചെറിയ മക്കൾക്ക് പറ്റിയിട്ടുള്ള പനങ്കൽക്കണ്ടമാണ് ഇത്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഇല്ല സംഭവം കേട്ടോ ഈ പനങ്കൽക്കണ്ടം. ഇത് നമ്മുടെ നാട്ടിലായിരുന്നു പഴയ കാലത്ത് ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ സംഭവം നിർമ്മാണം വളരെ കുറവെന്ന് പറയാം. എവിടെയെങ്കിലും ഉണ്ടെങ്കിലായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേപോലത്തെ നല്ല ഒറിജിനൽ, ഒരു മായവും ഒന്നും ചേർക്കാത്ത നല്ല ഒറിജിനൽ പനം കൽക്കണ്ടം കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ INR കരുപ്പെട്ടി എന്ന് പറയുന്ന കമ്പനിയുടെ നമ്പർ ഉണ്ട്, അവരുടെ വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങൾ സാധനം എത്തിച്ചു തരും. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.